അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 34 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 35-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. 35-ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം. വദഖല, വാവിനെ നമ്മൾ പറഞ്ഞതാണ് ചുണ്ട് വട്ടത്തിലാക്കിയിട്ട് വേണം വാ ഉച്ചരിക്കാൻ. ഓക്കെ. വദഖല, ഖ തൊണ്ടയുടെ അക്ഷരം, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഖ. ഓക്കെ, ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചോതുക കേട്ടോ. വദഖല ജന്ന, നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് നമ്മൾ മണിച്ചൊടുക്കണം അല്ലേ? നൂനിൻ്റെയും മീമിൻ്റെയും മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചോദനം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും മുമ്പുള്ള ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് പഠിച്ചതാണ് അല്ലേ? ജന്നതഹു, ഹന് ശേഷം ഒരു വാവുണ്ട്, കുഞ്ഞു വാവ്, അവിടെ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. വഹുവ, ഇവിടെയൊക്കെ വാ പറയുമ്പം ചുണ്ട് സർക്കിളാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വഹുവ ലോലിമുല്ലി, ലോലി, ഇവിടെ നോക്കൂ, ലോൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് കേട്ടോ. ലോ രണ്ടനക്കം നീട്ടി കൊടുക്കണേ. ലോലിമുല്ലി. തെൻവീന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ലാമാണ്. തെൻവീന് ശേഷം ലാമ് റോ, ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല. ഇതിന് നമ്മളൊരു നിയമം പേരും പഠിച്ചു അല്ലേ? എന്തായിരുന്നു? ഇത് ആൺ ബിലാ ഒന്ന, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക. അപ്പം എങ്ങനെ ഓതുക? ലോലിമുല്ലി നഫ്സിഹി. ഓക്കെ, ലോലിമുല്ലി നഫ്സിഹി. നഫ്, ഫഇന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. നഫ്, നഫ്, നഫ്സിഹി, നഫ്സിഹി. ഹന് ശേഷം ചിഹ്നമുണ്ട്, അവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഖാല, ഖാല, ഖാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക, സാധാരണ മദ് കേട്ടോ. ഖാല മാ അളുന്നു, ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാ? ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. മദ് മുൻഫസിലാണ്, മദ് മുൻഫസിൽ. ഇവിടെ രണ്ടോ നാലോ അനക്കം നീട്ടി, 2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാം. 2 അനക്കം മുതൽ 4 അനക്കം വരെ നമുക്കിവിടെ നീട്ടി ഓതി കൊടുക്കാം. ഇതിന് പറയുന്ന പേരെന്താണ്? മദ് മുൻഫസിൽ. ഓക്കെ. അളുന്നു, നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിച്ചൊടുക്കുക കേട്ടോ. നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാലും മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാലും നന്നായിട്ട് മണിച്ചോതി കൊടുക്കുക. അളുന്നു അൻ, ഇവിടെ നൂൻ്റെ മുകളിൽ സുക്കൂനൊന്നുമില്ല അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഇവിടെ ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിച്ചോദനം. അൻ എന്ന് ഓതാൻ കഴിയില്ല. ഓക്കെ, ഇങ്ങനെ ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ചോതുക കേട്ടോ. തെബീദ, തെബീ, ബഇന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക, സാധാരണ മദ്. തെബീദ ഹാദിഹി, ഹാൻ്റെ കൂടെ ഒരു അലിഫ് വന്നിട്ടുണ്ട് അല്ലേ? സാധാരണ മദ്ദാണ്, മദ് അസ്ലി. എന്ത് ചെയ്യാം? നമുക്കവിടെ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കാം. ഹാദിഹി, ഹന് ശേഷം മദ് വന്നിട്ടുണ്ട്, ഇവിടെ ഹ ലൊമീർ എന്നാണ് കേട്ടോ ഈ ഹന് പറയാം. ഹ ലൊമീറിന് ശേഷം ഇങ്ങനെയുള്ള ചിഹ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം. ഓക്കെ. ഹാദിഹി, ഹാദിഹി അബദ, ഹാദിഹി അബദ. നിർത്തുമ്പം അലിഫിലാണ് നിർത്തുന്നത്, അലിഫ് മദ്ദിലാണ് നിർത്തുന്നത്. എന്ത് ചെയ്യാം? അവിടെ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കാം. ഓക്കെ. 36-ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. വമാ,
അലുന്നു. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. ഇവിടെ വന്നിരിക്കുന്ന നിയമം ഏതാണ്? മദ് മുൻഫസിലാണ് അല്ലേ? മദ് മുൻഫസിൽ. ഓക്കെ, 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതിക്കൊടുക്കാം. അലുന്നു. നൂന്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിച്ചൊടുക്കുക കേട്ടോ. അലുന്നുസ്സാഅത. ഇവിടെ സീനിന്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, ഒന്ന് കനപ്പിക്കുകയും ചെയ്യുക, 2 അനക്കം നീട്ടുകയും ചെയ്യുക. ഓക്കെ, സഅത. അത ആ തൊണ്ടയുടെ അക്ഷരമാണ്, തൊണ്ടയുടെ നടുക്ക് നിന്ന് വരുന്ന അക്ഷരമാണ് ഐൻ. ആ പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. സഅത ഖായിമതൻ. നോക്കൂ, ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുത്തസിലാണ്. ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു, ഒറ്റ പദത്തിൽ. അപ്പം നമ്മൾ 4 5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധം കേട്ടോ. ഖായിമതൻ. ഓക്കെ, ഖായിമതൻ. നോക്കൂ, തൻവീനിന് ശേഷം വാവ് വന്നാൽ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ മുമ്പുള്ള ആയത്തുകളിലൊക്കെ പഠിച്ചു. തൻവീനിന് ശേഷം വാവ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. അവിടെ ഒരു പേരും പഠിച്ചു. മണിച്ചു കൂട്ടിച്ചേർക്കുന്നതിന് എന്താ പറയുക? ഇത് ബിഒന്ന, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. വലഇറു. തൻവീനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം വന്നിട്ടുള്ളത് റോ ആണ് അല്ലേ? നമ്മൾ മുമ്പും പറഞ്ഞതാണ്, സാക്കിനായ നൂനിനോ തെൻവീനിനോ ശേഷം ലാമു റോ ഈ 2 ലെറ്റേഴ്സ് വന്നാൽ എന്ത് ചെയ്യരുത്? മണിക്കാൻ പാടില്ല, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. ഇവിടെ എങ്ങനെ ഓതുക? വലഇറു, വലഇറു. ഓക്കെ, ഇങ്ങനെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. വലഇറുദിത്തു, റുദിത്തു. ഇവിടെ ദാലിനെ തയിലേക്ക് ഇദാം ചെയ്ത് കൂട്ടിച്ചേർത്ത് ഓതണം. റുദിത്തു എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതണം. കാരണം അടുത്തടുത്ത മഹ്റജുകളിൽ നിന്നും വരുന്ന അക്ഷരങ്ങളാണ് ദാല് ത. അടുത്തടുത്ത മഹ്റജുകളിൽ നിന്നും വരുന്ന അക്ഷരങ്ങളാണ് ദാല് ത ത. രണ്ടും അടുത്തടുത്ത് നിന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനൊരു പേര് പറയും, ഇദാം മുതഖാരിബൈൻ. അപ്പോൾ അത് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ വിശദമായിട്ട്. ഓക്കെ, ഇദാം മുതഖാരിബൈൻ എന്നാണ് ഇതിന് പറയുക ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ഇദാം ചെയ്യുക, കൂട്ടിച്ചേർത്ത് ഓതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദാലിനെ തയിലേക്ക് ഇദാം ചെയ്യുക, കൂട്ടിച്ചേർത്ത് ഓതുക. റുദിത്തു എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. ഇല, ഇല. ഇവിടെ 2 അനക്കം നീട്ടി ഓതി കൊടുക്കണേ. ഇല റബ്ബി, റബ്ബി. ബഇന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിക്കുകയും ചെയ്യുക, 2 അനക്കം നീട്ടുകയും ചെയ്യുക. യാ മദ് വന്നിട്ടുണ്ട് അല്ലേ? റബ്ബി ലഅജിദന്ന. നൂന്റെ മുകളിൽ ശ്രദ്ധ, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ലഅജിദന്ന ഖൈറൻ മി. തൻവീനിന് ശേഷം മീമ് വന്നു, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ഇത് ബിഒന്നയാണ്. ഓക്കെ, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. മിൻഹ, മിൻഹ. ഇതിനെ 2 അനക്കം നീട്ടിക്കൊടുക്കുക. എന്തുണ്ട്? അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. മുൻഖലബ, മുൻഖലബ എന്ന് ഓതില്ല. നൂനിന്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഇഖ്ഫ ചെയ്യും, മറച്ചു മണിച്ചോദനം. മുൻഖലബ. ഓക്കെ, ബ 2 അനക്കം നീട്ടി ഓതി നിർത്തണേ. നിർത്തുന്ന സ്ഥലത്ത് നിർത്തുമ്പോൾ ബഇൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ? 2 അനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. 37ാമത്തെ ആയത്ത് ഓതി നോക്കാം. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. തജ്വീദ് നിയമം നോക്കാം. ഓല, ഖാഫിനെ ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഓല. ലഹു, ഇവിടെ 2 അനക്കം ഹന് ശേഷം ഈ കുഞ്ഞു വാവ് വരികയാണെങ്കിൽ 2 അനക്കം നീട്ടി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും അതേ നിയമം തന്നെയാണ്, 2 അനക്കം നീട്ടി കൊടുക്കുക. ഓക്കെ,
സാഹിബുഹു വഹുവ യുഹാവിറുഹു. ഇവിടെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കണം കേട്ടോ. യുഹാവിറുഹു. ഇവിടെ ഹന് ശേഷം മദ് വന്നിട്ടുണ്ട്. ഇവിടെ 4 5 ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഓക്കെ. യുഹാവിറുഹു അകഫർത ബില്ലദി. അകഫർത എന്ന് ഓതരുത്. കാഫാണ്. കാഫിനൊരു ചെരിവ് വേണം. എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. അകഫർത ബില്ലദി. ബില്ലദി. ദാലിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. അതുപോലെ ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. ലാമിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. ബില്ലദി ഖലഖക. ഖലഖക. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഖാഫാണ്. പിന്നെ വന്നിട്ടുള്ളത് കാഫാണ്. ഖക. ഓക്കെ. ഖലഖക മിൻ തുറ. മിൻ. ഇവിടെ ഇഖ്ഫ ആണല്ലേ. നൂൻ്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. നമ്മളവിടെ എന്ത് ചെയ്യണം? മറച്ചു മണിച്ചോദനം. ഇഖ്ഫ ചെയ്യണം. മിൻ തുറോബിൻ. തുറോ. റോയിനെ നീട്ടി ഒന്ന് രണ്ടനക്ക് നീട്ടി കൊടുക്കണം കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട്. തുറോബിൻ. ബിൻ. ഇവിടെയും ഇഖ്ഫ ആണ്. ബിൻ എന്ന് ഓതില്ല. രണ്ടും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്. രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മളവിടെ ഇഖ്ഫ ചെയ്യണം. തുറോബിൻ. തുറോബിൻ എന്ന് ഓതൂല. തുറോബിൻ. ഓക്കെ. സുമ്മ. മീമിൻ്റെ മുകളിലും നൂനിൻ്റെ മുകളിലും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചു കൊടുക്കണം കേട്ടോ. സുമ്മ. സുമ്മ എന്ന് ഓതരുത്. സ ആണ്. സ. കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ വേണം സഇനെ ഉച്ചരിക്കാൻ. ഓക്കെ. സുമ്മ മിന്നു. മിന്നു. സുമ്മ മിന്നു. നൂന് ശേഷം നൂന് വന്നാൽ, സാക്കിനായ നൂന് ശേഷം നൂന് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ. അപ്പം ഇദ്ഗാം ഒന്നയാണത്. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ആ നിയമത്തിൽ പെട്ടതാണ്. നൂത്ത്. തൊന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കുക. കാരണം കൽക്കലയുടെ ലെറ്റർ ആണ്. ഓക്കെ. നൂത്ത്. നൂത്ത്. ഇവിടെ ഇഖ്ഫ ആണ്. തിൻ എന്ന് ഓതാതെ തിൻ എന്ന് ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ചോതുക കേട്ടോ. സുമ്മ. ഇവിടെയും സുമ്മ. മീമിനെ നന്നായിട്ട് മണിച്ചൊടുക്കണം കേട്ടോ. ശ്രദ്ധ വന്നിട്ടുണ്ട്. സുമ്മ സവ്വക. സവ്വ. വാവിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. ഒന്ന് കനപ്പിച്ചൊടുക്കുക കേട്ടോ. സവ്വ. കനപ്പിച്ചൊടുക്കുക മാത്രമല്ല, വാവിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. രണ്ടനക്ക് നീട്ടിയും കൂടെ വേണം. സവ്വക. ക. ക ആണ് കേട്ടോ. ക നോതരുത്. ക. റജുല. റജുല. നിർത്തുമ്പോൾ അലിഫ് മദ്ദിലാണ് നിർത്തുന്നത് അല്ലേ. അപ്പോൾ രണ്ടനക്കം നീട്ടി ഓതി നിർത്തണേ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.